ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ കണ്ട് സംസാരിക്കുകയാണ് ആൽബി. അപ്പം എന്തായാലും സാറിൻ്റെ ഭാഗ്യം കൊണ്ടാണ് സോണി തലേന്ന് പോയെന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. എങ്ങനെയായാലും അവളുടെ ആ പെൺകുഞ്ഞെങ്കിലും നല്ല രീതിയിൽ വളർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൽബി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ വളർന്നാലും നിനക്കെന്താ, നിനക്കത് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ കുഞ്ഞല്ലല്ലോ. പെട്ടെന്ന് വിക്രം പതറിക്കൊണ്ട് പറയാണ്, അത് എൻ്റെ കുഞ്ഞാന്ന് ഉറപ്പില്ലല്ലോ സാറേ, അത് അവൻ്റെ കുഞ്ഞാ, ആ ബൈജുവിൻ്റെ കുഞ്ഞ്. ഓ അല്ല, ഈ പറഞ്ഞ ആളെ എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൽബി പറയാണ് ബൈജുവിന് ഇതുവരെ കാണാൻ പറ്റാത്തതുകൊണ്ട്. എന്തോ അപകടം പറ്റി കിടക്കുകയാണെന്ന് അറിഞ്ഞത്. അപ്പം വിക്രം പറയാ, ആ ബെസ്റ്റ്, അപകടം പറ്റിയൊന്നും ആയിരിക്കില്ല, ആരെങ്കിലും തല്ലിക്കൊല്ലാൻ നോക്കിയതായിരിക്കും. അവൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനാ. ദേ സത്യം പറയാലോ, അവനും അവളും നന്നായിട്ട് ചേരും. ഈ ചക്കിക്കൊത്ത ചങ്കരെന്നൊക്കെ പറയില്ലേ, അതുപോലെ. ആൽബി ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. മനസ്സിൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് വിക്രത്തിന്, പക്ഷെ ഒന്നും ചെയ്യാണ്ട് പകയോടുകൂടി കേട്ട് നിൽക്കുകയാണ്. ഇവനുള്ള പണി ഞങ്ങൾക്ക് തരാമെന്നുള്ള അർത്ഥത്തിൽ. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, എന്നാൽ പിന്നെ അവർ തമ്മിൽ ഒരുമിക്കട്ടെ, അവരായി അവരുടെ പാടായി. പിന്നെ എനിക്ക് വിക്രത്തിനെ കല്യാണത്തിന് മുമ്പൊന്ന് കാണണം. സത്യം പറഞ്ഞാൽ ദേ എൻ്റെ ലൈഫ് രക്ഷിച്ചത് വിക്രമാണെന്ന് വേണം പറയാൻ. അപ്പോൾ വിക്രം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അപ്പോൾ ആൽബി പറയാണ്, അതിനൊരു ഗംഭീര പാർട്ടി തനിക്കും തൻ്റെ അച്ഛനും ഞാൻ തരുന്നുണ്ട്. ദേ എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ വിളിച്ചോ, നമുക്കൊന്ന് കൂടാം. അപ്പം വിക്രം ചിരിച്ചുകൊണ്ട് പറയാണ്, അതിനെന്താ സാറിൻ്റെ ഇഷ്ടം പോലെ, എന്നാൽ പിന്നെ നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് ആൽബി. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ആൽബി വിചാരിക്കുകയാണ്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അപ്പോൾ വിക്രം വിചാരിക്കുന്നുണ്ട്, അയ്യടാ അവൾ അമേരിക്കക്കാരനെ കെട്ടി ഫ്ലൈറ്റ് കയറാൻ നോക്കിയതാ, അങ്ങനെ ഇപ്പോൾ നീ പറക്കണ്ടടി. അമ്മൂമ്മക്കരികിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വിക്രം വരുന്നത്. അപ്പം അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് ഇത്ര സന്തോഷം, എവിടെയെങ്കിലും ജോലി കിട്ടിയോ? അപ്പം വിക്രം പറയാ, ഓ പിന്നെ ജോലി കിട്ടിയാൽ ഞാൻ ഇത്ര സന്തോഷിക്കോ, പിന്നെ ഇതൊന്നുമല്ല, ആ ലെവനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. ആരെ? ആ ലെവനില്ലേ, ആൽബി. അപ്പം അവരിങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കും, ആൽബിയോ, ഏത് ആൽബി? അമ്മൂമ്മ ലെവനില്ലേ, ആ സോണിയെ കെട്ടാൻ വന്നവൻ, ഒരു അമേരിക്കക്കാരൻ. അപ്പം അവർ വെപ്രാളത്തോട് ചോദിക്കും, അയ്യോ ആ കെട്ട് നടക്കുമോ മോനെ? എവിടെ നടക്കാൻ, അവൻ വേറൊരു പെണ്ണിനെ ആലോചിച്ചെന്നാ പറഞ്ഞത്, ഉടനെ കല്യാണം ഉണ്ടെന്നും. അപ്പോൾ അമ്മൂമ്മ കൗശലത്തോടു കൂടി ചിരിക്കുകയാണ്. അവൾക്ക് കിട്ടാൻ പാടില്ല എന്നൊരർത്ഥത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരണ്യ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ അവൾ ഒന്നുകൂടെ ശബ്ദം കേൾക്കാൻ വേണ്ടി അടുത്തേക്ക് നീങ്ങി നിൽക്കും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ അവനെ ഒന്നുകൂടെ ചൂട് പിടിപ്പിച്ചിട്ടാണ് വിട്ടത്. സോണിയെ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് അവൻ്റെ ഭാവി നന്നാവുമെന്ന് അവന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മൂമ്മ പറയാ, ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ തേച്ചൊട്ടിച്ചേനെ. അപ്പം ശരണ്യ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നിടത്ത് ശരണ്യ തലയാട്ടാണ്, ശരിയാന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട്, എടാ മോനെ, ഇവിടുത്തെ ആ പൂതനയുണ്ടല്ലോ, അവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് സോണിയെ നമ്മുടെ വരുതിക്ക് വരുത്താൻ നോക്കണം. അപ്പോഴും ശരണ്യ തലയാട്ടുന്നുണ്ട്. അപ്പം വിക്രം സങ്കടത്തോടെ പറയാ, അതിനി കഴിയുമെന്ന് തോന്നുന്നില്ല അമ്മൂമ്മേ. അപ്പോൾ അവർ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്തുവാടാ ഈ പറയുന്നത്, നിൻ്റെ ഒരു കുഞ്ഞ് അവളുടെ കയ്യിലില്ലയോ? അപ്പം നീ ഒന്ന് താണു വണങ്ങി നിന്നാ അവൾക്കെല്ലാം മറക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്നും അതിന് കഴിഞ്ഞെന്ന് വരില്ല. എടാ നീ അതിനെ സഹതാപം ഉണ്ടാക്കണം ആദ്യം. അവളെടുത്ത് പിടിച്ചു നിൽക്കാനേ അതുകൊണ്ടേ പറ്റൂ. നിനക്ക് അഭിനയിക്കാനൊക്കെ നല്ല വശാണല്ലോ. ആലോചിച്ചിരിക്കുന്ന വിക്രത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയും, പിന്നെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് അമ്മൂമ്മ പറയും, ആര് പറഞ്ഞു അറിയത്തില്ല എന്ന്? എടാ നീ നന്നായി പടം വരക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ അവളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറിയത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവൾ തെറ്റ് ചെയ്യാനും കാരണം അതുതന്നെയല്ലേ? വിക്രം ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അമ്മൂമ്മ പറയുന്നത്. അപ്പോൾ അമ്മൂമ്മ പറയാ, അതിനുശേഷം എത്ര കാലമാണ് നീ അവളുടെ മുന്നിൽ പിടിച്ചു നിന്നത് പടം വരക്കൊന്നും പറഞ്ഞിട്ട്? നിന്നെ പെറ്റിട്ടപ്പോൾ മുതലേ അറിയാവുന്ന എന്നെയും നിൻ്റെ അച്ഛനെയും നീ പറ്റിച്ചു കളഞ്ഞില്ലേ? അങ്ങനെയുള്ള നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുവാടാ? ഇതൊക്കെ ശരണ്യ കേൾക്കുന്നുണ്ട്. അപ്പം വീണ്ടും സംശയത്തോടു കൂടിയാണ് വിക്രം പറയുന്നത്, എന്നാലും അവളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മൂമ്മേ. പിന്നെ ഇതുപോലെ കുറേ കല്യാണങ്ങൾ മുടങ്ങുമ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം അമ്മൂമ്മ അത് ആലോചിച്ചിട്ട് ചിരിക്കും. എന്നിട്ട് പറയും, അങ്ങനെ നിൽക്കുമ്പോഴാടാ ഒരു പെണ്ണിന് ആണിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴേ അതിനെ പള്ളിക്കൂടത്ത് ചേർക്കത്തില്ലയോ? അപ്പം അതിൻ്റെ കൂട്ടുകാരികൾ ചോദിക്കും, ചാരുമോളുടെ അച്ഛനാര് എന്ന്. ആ സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ വേണ്ടയോ? യഥാർത്ഥ അച്ഛനായ നീ ഇവിടെ ഉള്ളപ്പോൾ ആ ചാരുമോളെ കൊണ്ട് വേറൊരുത്തനെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നീ ഇടിച്ച് അങ്ങോട്ട് കയറണം, എന്നാലേ നിനക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ശരണ്യ മനസ്സിൽ വിചാരിക്കുക, ഞാൻ നടത്തി തരാമെന്ന്. അപ്പം വിക്രം പറയുന്നുണ്ട്, അതെങ്ങനെയാ? ഇവിടെ ഒരുത്തി എന്നെ തളച്ചിട്ടിരിക്കുകയല്ലയോ, ഇവിടുന്ന് പോയാൽ എന്നെ ജയിലിൽ കിടത്തുന്നല്ലയോ അവൾ പറയുന്നേ? എടാ എൻ്റെ മോനെ, സോണി നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവൾ നമുക്ക് പുല്ലാടാ. സോണിയുടെ അച്ഛനും കിരണും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലും കോടതിയൊന്നും ഒരു പ്രശ്നമല്ലടാ. എവളെ അവരൊതുക്കിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നിനക്കുള്ള വഴി നീ തന്നെ വെട്ടിത്തെളിക്കണമെന്ന്. അപ്പം വിക്രം പറയാണ്, ഏതായാലും ഈ കല്യാണം മുടങ്ങിയല്ലോ അമ്മൂമ്മേ, ഇതേ രണ്ടാമത്തെ ഷോക്കാ. അതുകൊണ്ട് ഇനി അവൾ പെട്ടെന്നൊരു കല്യാണം ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം വൈകാതെ തന്നെ അവളുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറും ഞാൻ.
അതിനുള്ള മാർഗ്ഗമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ കേട്ട് നിന്നിട്ടുണ്ടായിരുന്ന ശരണ്യ വിചാരിക്കുകയാണ്, നീ കാത്തിരുന്നോടാ, നിനക്ക് മുന്നിലുള്ള വഴിയെന്ന് പറഞ്ഞാൽ ജയില് മാത്രാ, വഴിക്കുള്ളിലാടാ നിൻ്റെ ജീവിതം. വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ആൽബി വീട്ടിലേക്കാണ് നേരെ പോയത്. ആൽബിക്ക് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ അയച്ച ഗുണ്ട ഒരു ബൈക്കിൽ ആൽബിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതറിയാതെയാണ് ആൽബി മുന്നിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഇങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്ത് സരയു വന്നിട്ട് ദേഷ്യത്തോടെ പറയും, നാളെ അവളുടെ കല്യാണം, പോകുന്നില്ലേ? അപ്പോൾ രാഹുലും ദേഷ്യത്തോടെ പറയാണ്, ഞാൻ പോയില്ലെങ്കിലും അവിടെ കല്യാണം നടക്കും. അവൾക്കിതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി വരുന്നവൻ അവളുടെ കുഞ്ഞിനെ നോക്കുന്നു, എന്താ ഉറപ്പ്? സരയു ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ എഴുന്നേറ്റുകൊണ്ട് പറയും, അതൊക്കെ എന്തിനാ നമ്മളറിയുന്നേ, അവരൊക്കെ ജീവിക്കുന്നുണ്ട്, എല്ലാം പോയത് നിനക്കാ. അപ്പോൾ സരയും പറയാണ്, അതെ, അച്ഛൻ്റെ ഈ കഴിവ് കേടുകൊണ്ട് എല്ലാം പോയി. പകുതി സ്വത്ത് അവൾക്കും അവളെ കെട്ടാൻ പോകുന്നതിനും കിട്ടി, ഇനി പകുതിയുണ്ട്, അതും എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ളതേ മനുവേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ പുച്ഛത്തോടെ പരിഹസിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും മനോഹറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മനു ചോദിക്കുകയാണ്, എന്താ അച്ഛനും മോളും കൂടെ ഒരു സംസാരം? അപ്പോൾ രാഹുൽ കളിയാക്കിക്കൊണ്ട് പറയും, നിൻ്റെ ഉഗാണ്ടയിലുള്ള പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പം മനുവിൻ്റെ മുഖത്തിങ്ങനെ ദേഷ്യം വരികയാണ്. അപ്പോൾ അത് കണ്ടിട്ട് സരയു പറയും, മനുവേട്ടാ, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. തലയ്ക്ക് വെളിവില്ലാത്തവരോട് സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നിട്ട് സരയു അകത്തേക്ക് കയറി പോവാണ്. ആ പോക്ക് നോക്കി നിന്നിട്ട് മനോഹർ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. അപ്പം രാഹുൽ ദേഷ്യത്തോട് ചോദിക്കും, നീ എന്തിനാടാ ചിരിക്കുന്നത്? ചിരിച്ചത് അവിടെ നിൽക്കട്ടെ, നാളെ അനന്തിരവളുടെ കല്യാണം, എന്താ പരിപാടി? മനോഹർ ചോദിക്കുന്ന സമയത്ത് രാഹുൽ പറയാണ്, എൻ്റെ പരിപാടി എന്താണെന്ന് നിന്നെ അറിയിക്കണോ? അപ്പം മനോഹർ പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം തന്ന് എന്നെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ രാഹുൽ പുച്ഛത്തോടെ പറയും, അതിന് കുറച്ചൊന്നും അല്ലല്ലോ നീ ചോദിക്കുന്നത്. അപ്പം മനു പറയുന്നുണ്ട്, ഇനി കുറച്ച് കിട്ടിയാലും ഞാൻ പൊക്കോളാം. ഇനി എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ രാഹുൽ പറയാണ്, എടാ, നിനക്ക് 10 തലമുറയ്ക്ക് കഴിയാനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്നാ എൻ്റെ മോളുടെ വിചാരം. അപ്പം മനോഹർ തിരിഞ്ഞെന്ന് പറയാണ്, ഞാൻ കെട്ടിയ പെൺകുട്ടികളുടെ കണക്കെടുത്താ 10 തലമുറയ്ക്കല്ല 100 തലമുറയ്ക്ക് കഴിയാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് എനിക്ക്. അതുപോലെ സമ്പത്തുള്ള പെൺകുട്ടികളെയാ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ രാഹുൽ പുച്ഛത്തോടെ പറയും, ഒരു ദിവസം നിന്നെ എല്ലാവരും കൂടെ പൊതുനിരത്തിലിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലും. അപ്പം മനോഹർ ചോദിക്കും, അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇനി കുഴപ്പമില്ലെങ്കിലും ഞാൻ കുഴപ്പമുണ്ടാക്കും. അപ്പോൾ രാഹുൽ ഇങ്ങനെ മനോഹറിനെ തന്നെ നോക്കുകയാണ്. അപ്പം മനോഹർ പറയും, സ്ഥിരബുദ്ധിയുള്ള നിങ്ങൾക്ക് സ്ഥിരബുദ്ധിയില്ലാന്ന് ഞാനങ്ങ് ഉറപ്പിക്കും. അതിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് വിഷം തരണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും മോളും അതും ചെയ്യും. അതാണ് അവസ്ഥ. അതുകൊണ്ട് മനോഹരമായി കളിക്കാൻ അറിയാവുന്ന ഈ മനോഹറിനോട് തന്ത്രങ്ങളുടെ രാജാവായ രാഹുലെ ഒരു പൊടിക്കങ്ങ് ഒതുങ്ങുന്നതാ നല്ലത്. ഇന്ന് രാവിലെ മുതലേ എന്തൊക്കെയോ ചിന്തിച്ചങ്ങ് കൂട്ടുമായിരുന്നല്ലോ. കൊട്ടേഷൻ കൊടുത്തോ എനിക്ക്? അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയും, ദേ, എൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് പോവാൻ നോക്കോ, അല്ലെങ്കിലേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. താൻ എന്നെ ഒന്നും ചെയ്യില്ലടോ, ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. ഇനി താൻ എന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഇനി ഇവിടെ അഴിഞ്ഞാടുന്നത് താരയായിരിക്കും, താര, തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ, ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ച് പോയവളുടെ അമ്മ. രാഹുലിനെ നന്നായി ഭീഷണിപ്പെടുത്തിയിട്ടാണ് മനോഹർ അവിടുന്ന് പോകുന്നത്. ആൽബി വീട്ടിലെത്തിയതിനു ശേഷം കാറ് ലോക്ക് ചെയ്ത് ഗേറ്റൊക്കെ അടച്ചിട്ടാണ് വീട്ടിനകത്തേക്ക് പോകുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൽബിയുടെ അമ്മ പറയുന്നുണ്ട്, അവനൊരു വൃത്തികെട്ടവനാണല്ലോ മോനെ. അപ്പം അച്ചായൻ പറയുന്നുണ്ട്, അതിപ്പോഴാണോ നിനക്ക് മനസ്സിലാവുന്നത്? അവനെ വളർത്തി വലുതാക്കി അവൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ വൃത്തികേട് കണ്ടുപിടിച്ചവനാ. പിന്നെ അവൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പം ആൽബിയും പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഞാൻ അവനെ നന്നായി സന്തോഷിപ്പിച്ചിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പം അച്ചായനും പറയാം, എന്തായാലും അവനും അവൻ്റെ അച്ഛനും ചേർന്ന് സോണി മോളുടെ കല്യാണം മുടങ്ങിപ്പോയത് ആഘോഷിക്കട്ടെ. അതിനുശേഷം സോണി മോൾക്ക് അവരെ നോക്കി ചിരിക്കാം. അപ്പോൾ ആൽബിയുടെ മമ്മി പറയുന്നുണ്ട്, അതല്ല ഞാൻ ആലോചിക്കുന്നത്, നമ്മളെപ്പോലെ സോണി മോളെയും കുടുംബത്തെയും അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടല്ലേ ഈ കല്യാണം നടക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ബന്ധത്തിന് സമ്മതിക്കുമോ? അപ്പോൾ ആൽബിയും അച്ചായനും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ അച്ചായൻ പറയാം, അതാണ് നന്മയുള്ളവരുടെ കൂടെ കർത്താവ് നിൽക്കുമെന്ന് പറയുന്നത്. അപ്പോഴേക്കും ആൽബിയുടെ പിന്നാലെ വന്ന ഗുണ്ട ആൽബിയുടെ വീട്ടിൻ്റെ മുന്നിലെത്തുന്നുണ്ടായിരുന്നു, ഗേറ്റിന് പുറത്തായിട്ട്. അപ്പോൾ അച്ചായൻ പറയാണ്, സേനൻ്റെ ഭാര്യ രൂപയെ കാണാനാണ് ഞാനിവിടെ വന്നത്. ആ സമയത്ത് ഇവനും നാട്ടിലേക്ക് വരാൻ തോന്നിയത് സോണി മോളുടെ ഭാഗ്യം കൊണ്ടാണ്. ആൽബിയുടെ മമ്മി തലയാട്ടുകയാണ്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, നമ്മളിത് നേരത്തെ ഉറപ്പിച്ചതൊന്നുമല്ലല്ലോ, ഒരു നിമിത്തം പോലെ എല്ലാം സംഭവിച്ചതല്ലേ. അങ്ങനെ നല്ല നല്ല നിമിത്തങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. ആൽബി ഒന്നും പറയാതെ അച്ചായൻ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, ആ കൊച്ചിന് ജീവിതത്തിൽ ഒരു അബദ്ധമേ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് നീ ഇന്ന് കണ്ട വിക്രം എന്ന സാത്താൻ്റെ സന്തതി. എന്തായാലും അവനിന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അപ്പോൾ ആൽബി പറയാണ്, സംശയം എന്താ, അവനിന്ന് നന്നായിട്ട് ഉറക്കം വരും. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാവി തകർത്തതിൻ്റെ ആഹ്ലാദം അവൻ അവൻ്റെ അച്ഛനും അമ്മൂമ്മയുമായിട്ട് പങ്കിടും. സ്വന്തം ഭാഗങ്ങൾ ജയിക്കാനായിട്ട് ചിലർ കള്ളത്തരം പറയുന്ന കേട്ടാ സ്പോട്ടിന് അവരിട്ട് അടിക്കൊടുക്കാൻ തോന്നും. അച്ചായൻ പറയാണ്. പെട്ടെന്ന് ഓർത്ത പോലെ ആൽബി പറയാണ്, ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ,
സോണിയെക്കുറിച്ച് മാത്രമല്ല, സോണിയുടെ അച്ഛനും അമ്മയെയും കുറിച്ച് വരെ അവൻ വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പരിസരം മറന്നുപോയി. അവനെ തല്ലാനായിട്ട് ഞാൻ ഷർട്ട് കയറി പിടിച്ചതാ. പക്ഷേ പെട്ടെന്ന് ഞാൻ ട്രാക്ക് മാറ്റി. അതുപോലെയാ ഒരച്ഛനെയും അമ്മയൊക്കെ അവൻ അധിക്ഷേപിച്ചത്. അപ്പം അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല മോനെ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അവനും അവൻ്റെ അച്ഛനും പറഞ്ഞതിനൊക്കെ നമുക്ക് പലിശയും മുതലും ചേർത്ത് കൊടുക്കാം. അപ്പം ആൽബിയുടെ മമ്മിയും പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കുന്നത് തന്നെ അവനും അവൻ്റെ അച്ഛനും കിട്ടുന്ന തിരിച്ചടിയല്ലേ. സോണി മോളുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം നിങ്ങൾ അവൻ്റെ മുന്നിലേക്ക് പോകണം. അവനെയും അവൻ്റെ അച്ഛനെയും പോലെയല്ല എല്ലാ ആണുങ്ങളെന്നും അവൻ അറിയണം. അപ്പം ആൽബി സങ്കടത്തോടെ പറയാണ്, അവൻ്റെ കുഞ്ഞില്ലേ, അതവൻ്റെ സ്വന്തം കുഞ്ഞല്ലെന്നും പറഞ്ഞ് നടക്കുക. അതിനി അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, അതാ നല്ലത്. അത് എൻ്റെ കുഞ്ഞാ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആൽബി പറയാണ്. അപ്പോൾ ആൽബിയുടെ മമ്മിയും അച്ഛനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. അതേസമയം കിരണും കല്യാണിയും സന്തോഷത്തോടു കൂടിയാണ് കിടക്കുന്നത്. നാളെ മുതൽ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതത്തിലേക്ക് സോണി പോകാൻ പോവുക. പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും ഇനിയൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട് കല്യാണി. എങ്ങനെയെങ്കിലും ഒരു പ്രശ്നവും കൂടാതെ ഈ കല്യാണം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ഉടനെ ആൽബിയേട്ടൻ സോണിയം കൊണ്ട് പോവോ? പോകുന്നുണ്ടേ പോയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്നത് ആപത്തല്ലേ. ഇപ്പോഴും അയാളുടെ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. എത്ര തല്ല് കിട്ടിയാലും സ്വത്തും പണവും മാത്രമേ അയാൾക്കുള്ളൂ. അതേസമയം ആൽബിയുടെ വീട്ടിന് മുന്നിൽ കാവൽ നിന്നിട്ടുണ്ടായിരുന്ന ആ ഗുണ്ട ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുകയാണ്. അതേസമയം തന്നെ സേനനും രൂപയും കൂടെ സംസാരിക്കുന്നുണ്ട്. സേനൻ പറയുന്നുണ്ട്, നമ്മുടെ മോളുടെ കല്യാണത്തിന് ഒരു മറവും ഒളിവും ഇല്ലാതെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ആശ്വാസമല്ലേടോ. അതെ, എൻ്റെ ഏട്ടൻ തന്നെ അതിനുള്ള വഴി ഒരുക്കി തന്നു. അപ്പോൾ സേനൻ പറയാം, എന്നെ സ്നേഹിച്ച് കൊല്ലണം എന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും എന്തായി എന്ന് അവൻ ചോദിക്കുന്നില്ലേ? ചോദിക്കട്ടെ, ഓരോ ദിവസവും അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അപ്പോൾ സേനനും പറയുന്നുണ്ട്, താനുമായി ഒരുമിച്ച ശേഷം ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപകടങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കിരണും കല്യാണി മോളും ഒക്കെ വളരെ ആക്റ്റീവാണ്. അവർ നമ്മളെക്കാളും നന്നായിട്ട് സോണി മോളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ രൂപയും പറയാണ്, മോളുടെ ജീവിതമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വേദന. അതിനൊരു പരിഹാരം കാണാൻ പോവല്ലേ. അതിൻ്റെ ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഗുണ്ട ആൽബിയുടെ വീട്ടിൻ്റെ അടുത്തേക്ക്, അതായത് ആൽബിയുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം മുറിയിൽ വെച്ചിട്ട് സോണി ആലോചിക്കുകയാണ് ആൽബി പറഞ്ഞ വാക്കുകൾ. ഒരു സമയത്തും ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണിച്ചു തരുന്നത്. അതായത് ആൽബി പറഞ്ഞതാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും സോണിയെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. ആൽബി പറഞ്ഞ ആ വാക്കുകളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ കിടക്കുമ്പോഴാണ് ആൽബിയുടെ കോൾ വരുന്നത്. ഫോണിൽ ആൽബിയുടെ പേര് കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് സോണി ഫോൺ എടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, ഞാൻ ചിന്തിക്കുന്ന സമയത്ത് തന്നെ വിളിക്കുവാണല്ലോ. അപ്പോൾ ആൽബി ചിരിച്ചുകൊണ്ട് പറയാണ്, നമ്മൾ രണ്ടുപേരും രണ്ടിടത്തായിട്ട് താമസിക്കുന്ന അവസാന രാത്രിയാണല്ലോ. ഇനിയിപ്പോൾ എല്ലാ രാത്രികളിലും നമ്മൾ ഒരുമിച്ചാണല്ലോ. പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് പെട്ടെന്ന് സോണിയുടെ മുഖം മാറുകയാണ്. സോണി പറയുന്നുണ്ട്, ഒരുപാട് സൂക്ഷിക്കണം, ചുറ്റിലും ഒരുപാട് ശത്രുക്കളുണ്ട്. എന്നെ വിവാഹം കഴിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആൽബി ഏട്ടനും ഇപ്പോൾ ചിലരുടെയൊക്കെ നോട്ടപ്പുള്ളിയാ. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, സേനൻ അങ്കിളുടെ മോൾക്ക് വേണ്ടി ഏത് ഭീഷണിയും നേരിടാൻ ഞാൻ തയ്യാറാണ്, വരുന്നവൻ വരട്ടെ. ആ സമയം ആൽബിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്ന കള്ളൻ ആൽബിയുടെ കാറിനരികിലേക്ക് വരികയും അവിടെ നിന്ന് താഴ്ന്ന് കാറിനടിയിലേക്ക് പോയിട്ട് അയാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ബോംബ് ആ കാറിൻ്റെ അടിയിലായിട്ട് അവിടെ ഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടുനോക്കും. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.